ഹായ്. അങ്ങനെ നമ്മൾ റൈഡ് മാഹിയിൽ നിന്ന് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നിപ്പോൾ ഇനിയിപ്പോൾ കണ്ണൂർ പോകണം എന്നുള്ളതാണ് വിചാരിച്ചിരുന്നത്. മാക്സിമം ഇന്നിപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലോണം നേരം വൈകി. നമ്മൾ സാധാരണ ഒരു 8 മണി 9 മണിയൊക്കെ മാക്സിമം നേരം വൈകുന്നുള്ളൂ. ഇന്നിപ്പോൾ 10 മണി കഴിഞ്ഞാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ കസിൻ്റെ വീടുണ്ട്, അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും 10-11 മണിയൊക്കെ ആവും നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ ഇന്നിപ്പോൾ എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുന്നുള്ളത് അറിയില്ല. എന്തായാലും മാക്സിമം പറ്റുന്നിടത്തോളം കവർ ചെയ്ത് കണ്ണൂർ എത്തണം എന്നുള്ളതാണ് നമ്മളൊരു ലക്ഷ്യം. അപ്പം ഇനിയിപ്പോൾ വെയിലും സാഹചര്യങ്ങളൊക്കെ നമുക്ക് എതിരാണെന്നുണ്ടെങ്കിൽ എത്ര റൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അതുവരെ പോയിട്ട് നമ്മൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കും. അപ്പോൾ എന്തായാലും മാഹിയിൽ ഒരു ദിവസം ഉണ്ടായിരുന്നു. നമ്മളിപ്പം ഇവിടെ നിന്ന് പോവുകയാണ്. എന്തായാലും മാഹിയിൽ വന്നിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ഫുഡൊക്കെ കഴിക്കാൻ പറ്റി. നമ്മളിവിടെ കസിൻ്റെ വീടുണ്ടായിരുന്നു, അവർ നമുക്ക് നല്ല സൽക്കാരവും ഫുഡും ഒക്കെ ആയിട്ട് നല്ല രസമായി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കസിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കേട്ടോ കഴിച്ച് നമ്മൾ റൂമിൽ നിന്ന് റെഡിയായി ഇറങ്ങി വീണ്ടും അവർ വീട്ടിൽ പോയി. നമ്മൾ സൈക്കിൾ എടുക്കാതെ തന്നെയല്ലോ അവർ വീട്ടിൽ പോയിട്ടുണ്ടായിന്. അപ്പോൾ അവർക്ക് നമ്മൾ സൈക്കിൾ റൈഡ് ചെയ്ത് പോകണ കാണുമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ കൂടെ തന്നെ റൈഡ് ചെയ്ത് പോകാൻ വിചാരിച്ചിട്ട് സൈക്കിളും നമ്മൾ സെറ്റപ്പൊക്കെ ആയിട്ട് അവരുടെ അടുത്ത് ഒന്നും കൂടിയും പോയി. അവർക്കൊക്കെ ഭയങ്കര സന്തോഷം. അപ്പോൾ അവർക്ക് ഉച്ചക്കും നമുക്ക് ഫുഡ് തന്നിട്ട് വിടാനേനും അവർക്ക് താല്പര്യം. പക്ഷെ നമുക്ക് ഇനിയിപ്പോൾ അവിടെ നിന്നാൽ നമ്മളെ ടൈം വേസ്റ്റ് ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഇനിയിപ്പോൾ തലശ്ശേരി പോകാമെന്നാണ് വിചാരിക്കണം. അങ്ങനെ നമ്മൾ തലശ്ശേരി എത്തി. നമ്മൾ തല്ലുമാല ഫിലിമൊക്കെ ഷൂട്ട് ചെയ്ത ആ ലൊക്കേഷനിൽ നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ എനിക്കിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കവിടെ അതിനെ കൂടെ റൈഡ് ചെയ്ത് പോകാൻ ഭയങ്കര രസം. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് കുറച്ച് അധികം നേരം തന്നെ അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ വലിയ വെയിലൊന്നും ഉണ്ടായില്ല. അപ്പം നമുക്ക് കുറച്ച് നേരം അവിടെ നിന്നിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റൈഡ് ചെയ്ത് പിന്നെ വലിയ വണ്ടി തിരക്കൊന്നും ഉണ്ടായില്ല. ആര്യനൊക്കെ ഭയങ്കര കൂള് ഓക്കെയാണ്. അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അവിടുത്തെ ബീച്ചും വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ടാൽ പിന്നെ നമ്മൾ പ്ലാൻ ഇടണമെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യുക, തലശ്ശേരി നിൽക്കണോ അതോ നമുക്ക് പോയി ഇവിടെ നിന്ന് കണ്ണൂർ പിടിക്കണോ എന്നൊക്കെ ആലോചിക്കുക. നമ്മൾ സത്യം പറയാച്ചാൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഒന്നും പ്ലാൻ ചെയ്യണില്ലേ, ആ ഒരു ഫോക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച് അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് ബീച്ചൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ തലശ്ശേരി ഇവിടെ നിന്നാലോ എന്നുള്ളൊരു പ്ലാൻ ഇട്ടു. അപ്പോൾ നമുക്ക് രാവിലെ പോകുന്നപ്പോൾ കസിന് കുറച്ച് പാർസലാക്കി തന്നീന് ഫുഡ്. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് അത് അവിടെ ഇരുന്നിട്ട് ഒരു ഫുഡ് കഴിച്ചു. അപ്പോൾ ഞാനും ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ നമ്മൾ കണ്ണൂർ സൈക്ലിംഗ് ക്ലബ്ബിലുള്ള നൗഷാദൊക്കെ നമ്മളെ മീറ്റ് ചെയ്യാൻ വരുന്നതാണ്. മാഹിയിൽ നിന്ന് കാണാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷേ മാഹിയിൽ നിന്ന് നമ്മൾ കസിൻ്റെ വീട്ടിൽ പോയപ്പോൾ നമ്മൾ കുറേ നേരം സംസാരിച്ചൊക്കെ നിന്നിട്ട് ടൈം കുറേ പോയി. അപ്പോൾ അവർക്ക് അർജൻറ്റായിട്ട് കണ്ണൂർ പോകാണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ തലശ്ശേരി എത്തി. അവർ പിന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ തലശ്ശേരി ഉണ്ട് പറഞ്ഞപ്പോൾ അവർ അവിടുന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്തായാലും ഏകദേശം ഉച്ചയായി കഴിഞ്ഞ്. അപ്പം ഇനി വിചാരിച്ചു തലശ്ശേരി തന്നെ നിൽക്കാമെന്ന്. പിന്നെ തലശ്ശേരി എത്തിയപ്പോൾ വിചാരിച്ച് തലശ്ശേരിയിൽ നിന്ന് എന്തായാലും നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകാമെന്നുള്ളത്. പക്ഷെ തലശ്ശേരി എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് റൈഡ് ഒന്നും കൂടി ഇഷ്ടമായി. കാരണം തലശ്ശേരി കുറേ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യണവരുണ്ടായിരുന്നു. കണ്ടിട്ട് വണ്ടി നിർത്തിയിട്ടും നമുക്ക് ഓരോ ഫുഡ് മേടിച്ച് തന്നിട്ടും ജ്യൂസ് മേടിച്ച് തന്നിട്ടും ഫുള്ള് സപ്പോർട്ട് ചെയ്യും. മനസ്സും അത് വയറും നിറച്ചിട്ടത്തെ സത്യം പറയാച്ചാൽ നമ്മൾ തലശ്ശേരിയിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് വെയിറ്റ് ചെയ്തപ്പോൾ നൗഷാദക്കും അവരുടെ വൈഫും സിസ്റ്ററും അതേപോലെ തന്നെ അവരൊരു ഫ്രണ്ടൊക്കെ നമ്മളെ മീറ്റ് ചെയ്യാൻ വന്നു. അപ്പോൾ അവരുടെ അടുത്ത് കുറേ നേരം സംസാരിച്ചു. അപ്പോൾ നമ്മളിവിടെ നിന്ന് തലശ്ശേരി സ്റ്റേ പറഞ്ഞപ്പോൾ അവർ സ്റ്റേ അറേഞ്ച് ചെയ്യാനുള്ള എല്ലാ ഹെൽപ്പും ചെയ്തു തന്ന് അവരെന്നെ നമുക്ക് സെറ്റാക്കി തന്ന്. ഇതീ പറഞ്ഞപ്പോൾ അവിടെ തലശ്ശേരിയിലൊരു ടീമാണ്. അവർ നമ്മൾ റൈഡ് ചെയ്ത് വരുന്നത് കണ്ടിട്ട് നമ്മൾ പിന്നാലെ വന്നിട്ട് നമുക്ക് ജ്യൂസൊക്കെ മേടിച്ച് തന്ന്. അങ്ങനെ കുറച്ച് നേരം അവിടെ എല്ലാവരായിട്ടും പരിചയപ്പെട്ട് സംസാരിച്ച് നമ്മൾ അങ്ങനെ നിന്ന്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ തലശ്ശേരി നിൽക്കാൻ തീരുമാനിച്ചു. അവർ നമുക്ക് സ്റ്റേയും അറേഞ്ച് ചെയ്ത് തന്നു. അതേപോലെ ഇവർ പെർഫ്യൂമൊക്കെ അതിൻ്റെ സെയിൽ നടത്തുന്ന ആൾക്കാർ, എന്നാലും നമ്മളടുത്ത് നമ്മൾ പെർഫ്യൂമൊക്കെ മേടിച്ചിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തു. അതേപോലെ തന്നെ ഞാൻ കുറേ നേരം അതിനെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സൈക്കിളായിട്ട് റൈഡ് ചെയ്തു. നല്ല വെയിലായിരുന്നു. നല്ല വെയിൽ പറഞ്ഞാൽ നല്ല വെയിലുണ്ടായിന്. അപ്പം ഇവരാണ് അവരുടെ ഫ്രണ്ടും നൗഷാദക്ക്. നമ്മൾ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കും, കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. അവരിന്ന് നല്ല സപ്പോർട്ട് കിട്ടി നമുക്ക്. നമ്മൾ സത്യം പറഞ്ഞാൽ തലശ്ശേരിക്ക് ഒരു ഇതുമില്ലാതെ വന്നതിന്, പക്ഷെ തലശ്ശേരിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ
കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവരുടെ അടുത്തു നിന്നും നല്ലൊരു സപ്പോർട്ടാണ് കിട്ടിയത്. നമുക്ക് നല്ലൊരു സ്വീകരണം കിട്ടിയ പോലെ നമ്മൾ റൈഡ് ചെയ്യണത് കുറേ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു മനസ്സിന് സന്തോഷം വരുമല്ലോ. നമ്മൾ സത്യം പറയാൻ ഇച്ചിരി നല്ല എഫേർട്ട് എടുത്ത് റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ റൈഡ് നമ്മളൊരു സന്തോഷത്തിന് വേണ്ടി ചെയ്യണത്. എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അതേപോലെ അവർ നമ്മൾ റൈഡ് ചെയ്ത് വരുന്നത് കണ്ടിട്ട് നമ്മളെ പിന്നാലെ വന്ന് നമ്മളെ കാര്യങ്ങളും വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അവർ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ തന്നെ നമ്മൾ ഫുഡ് ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ അവർ നമ്മളടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ റൂമിന് അറേഞ്ച് ചെയ്ത് തരാനൊക്കെ അവർ ഇതുപോലെ ജിത്തുബായി ഇവിടുത്തെ തലശ്ശേരി സൈക്ലിംഗ് ടീമിൻ്റെ അംഗമാണ്. അവരൊക്കെ നല്ല സപ്പോർട്ട്. അപ്പോൾ അവർ നമ്മൾ ചാനലൊക്കെ ഫോളോ ചെയ്യാൻ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടൊക്കെയാണ്. അപ്പോൾ എന്തായാലും തലശ്ശേരിയിൽ നമ്മൾ റൂം ഓൾറെഡി നമുക്ക് പക്ഷെ അതൊക്കെ അറേഞ്ച് ചെയ്ത് തന്നത് അവിടെ പാലത്തിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ റൂമിൽ പോയിട്ട് ഇനി റെസ്റ്റ് ചെയ്തിട്ട് ഈവനിങ് ബീച്ചിൽ വന്നിട്ട് പറ്റുമെങ്കിൽ സെയിൽ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇവിടെ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായില്ല. ഒരു പക്ഷേ അതൊക്കെ ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ബീച്ചിൽ ഈവനിങ് ആകുമ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് പോയി കഴിഞ്ഞാൽ മേ ബി സെയിൽ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടാവും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഇന്നത്തെ സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമൊക്കെ തന്നെ നമുക്ക്. പക്ഷേ നമ്മളിന്ന് ഇവിടെ സ്റ്റേ ചെയ്തതിൽ കാര്യമായിട്ട് പറയാ വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും കൊതുക് കടിച്ചിട്ട് ഉറങ്ങാൻ പറ്റാതെ ഇടങ്ങാറായത്. സത്യം പറയാ വെച്ചാൽ അതൊരു നല്ല അടിപൊളി റൂമൊക്കെ തന്നെയാണ്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. രാത്രി നല്ല കൊതുക് എന്ന് പറഞ്ഞാൽ ഇനി ഉറങ്ങിയിട്ടില്ല, ഞാൻ ഉറങ്ങിയിട്ടില്ല, ആര്യനും ഉറങ്ങിയിട്ടുണ്ടായിന്, കാഹിൽ ഉറങ്ങിയില്ല, ഇക്ക ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ ലാസ്റ്റ് ഒരു 3 മണി 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ താഴെ റിസപ്ഷനിൽ പോയിട്ട് പറഞ്ഞു കൊതുകടി ഇട്ടിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അവർ പിന്നെ കൊതുക് തിരി ഗുഡ് നൈറ്റിൻ്റെ ഇതൊക്കെ തന്നിട്ട് നമുക്ക് തന്നു. അതിന് ശേഷമാണ് പിന്നെയും കൊതുകൊന്ന് കുറഞ്ഞിട്ട് നമ്മൾ ഉറങ്ങിയത്. എന്നാലും കുറഞ്ഞു എന്നേ പറയാൻ പറ്റുള്ളൂ. കൊതുക് പിന്നെ ഉണ്ടായിന്. റൂം കണ്ടില്ലേ, നല്ല വ്യൂ ഒക്കെ ഉള്ള നല്ല അടിപൊളി റൂമേന്. നമ്മൾക്ക് പകലും ഒന്നും കുഴപ്പമുണ്ടായില്ല. രാത്രി എന്ത് സംഭവം എന്നറിയില്ല, കൊതുക് കടിച്ചിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ റൂമിൽ എത്തിക്കഴിഞ്ഞ് ഞാൻ ഇവിടുന്നും ഇതേപോലെ കുറച്ച് അലക്കുകയൊക്കെ ചെയ്തു. നമ്മൾ അധികം റൂം എടുക്കണമെന്ന് മാക്സിമം ഞാൻ പകൽ അലക്കിയിടുന്നിട്ട് രാത്രി ഫാനിൻ്റെ ചുവട്ടിലൊക്കെ വെച്ചിട്ട് ഉണക്കിയെടുക്കാറാണ് പതിവ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഫ്രഷ് ആയിട്ട് ഈവനിങ് ആയപ്പോൾ അവിടെ ഇറങ്ങി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ സത്യം പറയാമല്ലോ, തലശ്ശേരിയിൽ എല്ലാവരും നല്ല സപ്പോർട്ടേന്. ഞാനും ആര്യനും കൂടിയിട്ടാണ് സെയിലിന് ഇറങ്ങിയത്. പക്ഷെ ഫസ്റ്റ് നമ്മൾ ചോദിച്ചവരെന്നെ നമ്മളടുത്ത് മേടിച്ചു. ഏകദേശം അവിടെ ഇരിക്കുന്ന എല്ലാവരും നമ്മൾ ചോദിച്ചവരൊക്കെ നമ്മളടുത്ത് പെർഫ്യൂം മേടിച്ചിരുന്നു. പിന്നെ കോഴിക്കോട് ബീച്ച് പോലെ ഇത് ഭയങ്കര വൈഡല്ല, കുറച്ച് സ്പേസ് ഉള്ളൂ. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ സെയിലായപ്പോൾ പിന്നെ ഞാൻ പരിപാടി നിർത്തി. പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി വെച്ചാൽ നമ്മളെ വണ്ടി അവിടെ സൈഡാക്കിയിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഓട്ടോക്കാരൻ വന്നിട്ട് കാഹിൻ്റെ സൈക്കിൾ ഇടിച്ചത് കൊണ്ടുപോയി. അത് ഭയങ്കര സങ്കടമായി. കാരണം ഓൾറെഡി നമുക്ക് ആകെ നമ്മൾക്ക് ഈ റൈഡിലെ ടെൻഷനുള്ള കാര്യം അവൻ്റെ സൈക്കിൾ എങ്ങാനും ബെൻഡാവോ അങ്ങനത്തെ ഒരു പ്രശ്നേന്. അപ്പോൾ അത് ഓട്ടോക്കാരൻ അവിടെ ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു പോവാൻ. പക്ഷെ എന്നാലും നമ്മളെ സൈക്കിളുമൊക്കെ വന്നിട്ട് തട്ടി. അപ്പം അത് പ്രശ്നം ഉണ്ടാവില്ല വിചാരിക്കുന്നു. അവർ പിന്നെ ഇതാണ് പിനീഷേട്ടന്. അവർ ഇതേപോലെ തലശ്ശേരി സൈക്ലിംഗ് ക്ലബിൻ്റെ ആൾക്കാരാണ്. അവർ ഇതേപോലെ നമ്മളെ മീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പാടെ കൂടി കുറേ നേരം നമ്മൾ സംസാരിച്ചു. തലശ്ശേരിത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അതേപോലെ തന്നെ എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ചോദിച്ചാൽ മതി, നമ്മൾ ഹെൽപ്പിന് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മാത്രമല്ല അവർ ത്രൂ ഔട്ട് ഇതുവരെ നമുക്ക് നല്ല ഹെൽപ്പും സപ്പോർട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി നാളത്തെ വിശേഷം